ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ തേർഡ് പാർട്ടിക്കുള്ള ഇപ്പോഴത്തെ സ്ഥാനം എന്താണ് എന്നുള്ളൊരു റീഡിംഗ് ആണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികൾ മാത്രം ഈ ഒരു റീഡിംഗ് കാണുക, അല്ലാത്ത വ്യക്തികൾ വിട്ടേക്കുക. കൂടാതെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന്. എംപ്രസ്, ചാരിയറ്റ്, ത്രീ ഓഫ് കപ്സ്, ഡെവിൾ, ഫോർ ഓഫ് പെൻഡക്കിൾസ്, എയ്സ് ഓഫ് പെൻഡക്കിൾസ്, കിങ് ഓഫ് വാൺസ്, ലവേഴ്സ്. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ എംപ്രസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് പറഞ്ഞു തരുന്നത് ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും വളരെയധികം കെയർ ഈ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഈ ഒരു എംപ്രസ് കാർഡ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് ഈ ഒരു സമയത്ത് വളരെയധികം ഒരു ആകർഷണം ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും ഇതൊരു സോൾ ബോണ്ടല്ല എന്ന് ഈ ഒരു കാർഡ്സ് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകുമായിരിക്കാം ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയുടെ സൗന്ദര്യത്തിൽ മാത്രം വീണ ഒരു വ്യക്തിയാണ്, അല്ലാതെ ഇതൊരിക്കലും ആത്മാർത്ഥമായൊരു സ്നേഹമൊന്നുമല്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കും അറിയാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഈ ഒരു സമയത്ത് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഒരു സംഘർഷാവസ്ഥ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതുമായിട്ട് മുന്നോട്ട് പോകണോ അതോ ഇതിൽ നിന്ന് മാറി നിൽക്കണോ, ഒരു ഡിസിഷൻ ഇല്ലാത്ത ഒരവസ്ഥ ഈ ഒരു വ്യക്തിക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയെ തിരഞ്ഞെടുക്കുവാനുള്ള പ്രധാന കാരണം ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രമാണെന്നാണ്. അതായത് ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു തേർഡ് പാർട്ടി അവർ തിരഞ്ഞെടുത്തത്. ഒരു ഡെപ്ത് ഇല്ലാത്ത ഒരു കണക്ഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സെലിബ്രേഷൻ അവർക്ക് ആഘോഷിക്കുവാൻ വേണ്ടി മാത്രം അവരുടെ സന്തോഷത്തിനും ആഘോഷത്തിനും വേണ്ടി മാത്രം അവർ തിരഞ്ഞെടുത്ത ഒരു ബന്ധമാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാകും തീർച്ചയായിട്ടും ഇതൊരിക്കലും ഒരു സീരിയസ് കമ്മിറ്റ്മെൻറ്റ് എനർജി അല്ല എന്ന് നമുക്കിവിടെ ഈ ഒരു കാർഡ്സ് വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം ഇതൊരു കാർമിക് ബോണ്ടായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു നമുക്കിവിടെ ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു അൺഹെൽത്തി അട്രാക്ഷൻ മാത്രമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെന്നാണ് കാണാനായിട്ട് കഴിയുന്നത്. അതായത് ഒറ്റ നിമിഷം കൊണ്ട് ഈ ഒരു വ്യക്തിക്ക്, അതായത് ഒരു അകപ്പെട്ടു പോയ ആ ഒരു ബന്ധത്തിൽ ആ ഒരു വ്യക്തി കുറച്ചൊന്ന് അഡിക്ഷനായി പോയതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും പുറത്ത് വരുവാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഫോർ ഓഫ് പെൻഡക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയെ വിട്ടൊഴിയാനായിട്ട് ഈ ഒരു വ്യക്തി ഭയപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പേഴ്സൺ ഇവിടെ തേർഡ് പാർട്ടിയെ വിട്ടൊഴിഞ്ഞ് പോകാതെ അവരെ പിടിച്ചു വെക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഒരു സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, ആര് തന്നെ ആയാലും ആ ഒരു വ്യക്തിയെ അവർ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു എന്നാണ് നമുക്കിവിടെ ഈ ഒരു ഫോർ ഓഫ് പെൻഡക്കിൾസ് പറഞ്ഞു തരുന്നത്. അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണമെന്ന് വെച്ചാൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ഒരുപാട് സഹായം ഈ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോഴും മുൻപ് ലഭിച്ചതായിട്ടും ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്നും പെട്ടെന്നൊന്നും ഇവർക്ക് പുറത്തു വരാൻ കഴിയില്ല. ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി നടത്തി കൊടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയെ അവർ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സൈഡിൽ നിന്നും ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും വളരെയധികം ഹെൽപ്പ് കിട്ടുന്നു എന്ന് നമുക്കിവിടെ ഈ ഒരു ഏസ് ഓഫ് പെൻഡക്കിൾസ് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല, ബെനിഫിറ്റ് കൊണ്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തി പിടിച്ചു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിയെ ഈ ഒരു സമയത്ത് വിട്ടുകളയുവാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണിക്കുന്നത്. കാരണം ഇവർ വിചാരിച്ചതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിക്ക്
ചെയ്ത് കൊടുക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഒരു കിങ് ഓഫ് വാൺസ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ ഒരു വ്യക്തിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, അതായത് ഒരു വശത്ത് നിങ്ങളുമുണ്ട്, മറുവശത്ത് തേർഡ് പാർട്ടിയുമുണ്ട്. തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ലഭിക്കുന്നു. സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ വിട്ടുകളയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുവാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ആർക്കു വേണ്ടിയും നിങ്ങളുടെ വില ഇല്ലാതാക്കുവാനായിട്ട് നിങ്ങൾ നോക്കരുത്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുക. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾക്കുള്ള സമയമായിരിക്കുന്നു. അതായത് ടോക്സിക് എനർജിയിൽ നിന്നും പുറത്തു പോകുവാനായിട്ട് നിങ്ങൾക്ക് ടൈമായി എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു ടോക്സിക് എനർജിയിൽ കുടുങ്ങിപ്പോയി നിങ്ങളുടെ ലൈഫ് ഇല്ലാതാക്കരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് ഇവിടെ നമുക്ക് കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കരികിലേക്ക് റിയൽ ലവ് ഡിവൈൻ ടൈമിങ്ങിൽ വരുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.